ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് കാന്താരി പറിച്ച് വിനാഗിരിക്കകത്ത് ഇട്ട് വെച്ചാലോ? അപ്പം നമ്മൾ പറമ്പിൽ പോവുകയാണ് കേട്ടോ, കാന്താരി പറിക്കാനായിട്ട്. പറമ്പിൽ ഇതിലെയൊക്കെ കുറച്ച് കാന്താരി നിൽപ്പുണ്ട്. എല്ലാം പഴുത്തൊക്കെ പോകും. അപ്പോൾ വിചാരിച്ചു പറിച്ച് കുറച്ച് വിനാഗിരിക്കകത്ത് ഇട്ട് വയ്ക്കാമെന്ന്. പിന്നെ ചേട്ടായിയുടെ ഫ്രണ്ടിനും കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പറിക്കാൻ വന്ന കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ദിവസം ഒരേ കാന്താരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം കാന്താരി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, എന്നാൽ ഇന്ന് പോയി കാന്താരി പറിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിഞ്ചും ഉണ്ട്, മൂത്തതും ഉണ്ട്. എനിക്കിതുപോലെ പറമ്പിലൊക്കെ പോയി നമ്മൾ നട്ട് വെച്ചത് വലുതായോ, എന്തോരം ഉണ്ട് എന്നൊക്കെ നോക്കാനും ഇതുപോലെ പോയി പറിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാ കാത്തൂനെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കൊതുകൊക്കെ ഉണ്ട് കേട്ടോ. കാത്തൂനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ വരുന്നത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വേനൽ സമയത്ത് നട്ടൊരു കരിമ്പാണ് കേട്ടോ. അത് പിടിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇത്രയും കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇതവിടെ കാപ്പിയിൽ ഇങ്ങനെ കയറി കിടക്കുവാണ്. കുറച്ച് പോയി, ഇത് വേറെ ഒരു സ്ഥലത്ത് കുറച്ച് നിൽക്കുന്നതാണ് കേട്ടോ. പഴുത്തിട്ടൊന്നുമില്ല, അപ്പം നന്നായിട്ട് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ കുറച്ച് ചേമ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരുപാട് ചേമ്പ് കുറച്ച് തിന്നിട്ടുണ്ടായിരുന്നു. പന്നിയുടെ ഒത്തിരി ശല്യം ഇല്ലായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. പന്നി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടത്തില്ല. തവണയും അത് ഞങ്ങളവിടെ കുറച്ച് നട്ടു വെച്ചിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് കാപ്പി കൂടെ കയറി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ. അപ്പം നമ്മൾ ഇതാ കാന്താരി പറിച്ചു കേട്ടോ. ഇത്രയും കാന്താരിയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇത്രയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കാന്താരി. അത് ചേട്ടായുടെ ഫ്രണ്ടിന് കൊടുത്തു വിട്ടേ. ഇതിലും കൂടുതൽ കൊടുത്തു വിട്ടു കേട്ടോ. നമുക്ക് പിന്നെ ഇനി ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ പറിക്കാമല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തു വിട്ട് ഞാൻ കൊണ്ടുവന്ന് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അത് ഞാൻ അതിൻ്റെ ഞെടുപ്പ് കളയാതെയാണ് കേട്ടോ കഴുകുന്നത്. ഇന്നാൾ ഞെടുപ്പ് കളഞ്ഞ് ഇങ്ങനെ കഴുകി കൈ മൊത്തം നീറുമായിരുന്നേ. അതുകൊണ്ട് ഞെടുപ്പ് കളയാതെ കഴുകിയിട്ട് ഒരു പാത്രത്തിലോട്ട് എടുക്കുകയാണ് കേട്ടോ. ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴുകുകയാണെങ്കിൽ നമുക്ക് കൈ നീറില്ല. അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഈ ചെറിയൊരു ചില്ലിൻ്റെ ഭരണിക്കകത്തോട്ട് ഇടാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കാന്താരി വാരിയിട്ടിട്ട്, ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കുകയും ഇടുകയും കൂടെ ചെയ്യേണ്ടത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇനി നമുക്ക് ഭരണിയിലോട്ട് ഇങ്ങനെ കാന്താരി വാരിയിട്ടിട്ട് കുറച്ച് കാന്താരി ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പെടുത്തിടാം. ഉപ്പും കൂടെ കുറച്ചിട്ടതിന് ശേഷം നമ്മൾ പിന്നെയും കാന്താരി കുറച്ച് വാരിയിടുകയാണ് കേട്ടോ. ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാന്താരിയും കൂടെ അതിൻ്റെ അകത്തോട്ട് വാരിയിടാം. ഈ കാന്താരി ഇങ്ങനെ വാരിയിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം കേട്ടോ. ഇത് കണ്ടോ വാരിയിട്ടേക്കുന്നത്. ഇനി കുറച്ച് വിനാഗിരി ഒഴിക്കുവാണേ. കുറച്ച് വിനാഗിരി കേട്ടോ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് കാന്താരി അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിക്കുന്നത്. അതിനനുസരിച്ചുള്ളത് ഒഴിക്കുന്നുള്ളൂ. പിന്നെ തിളപ്പിച്ചിട്ട് പിന്നെ നന്നായിട്ട് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാന്താരി നികർന്ന് കിടക്കാൻ മാതിരി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാന്താരിക്ക് അത്ര എരിവ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ ഈ വിനാഗിരിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ.